അട്ടപ്പാടി കോഴിക്കുടത്ത് ചാരായവാറ്റും വിൽപ്പനയും നടത്തുന്നത് എക്സൈസിനും പോലീസിനും ഒറ്റുകൊടുത്തു എന്നാരോപിച്ച് വീട്ടിൽ കയറി ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് സ്വദേശി മാത്യു തോമസിനെയാണ് ഊത്തുകുഴി സ്വദേശി ജോബി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മാത്യു തോമസ് കോട്ടത്തറ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ഇന്നലെ രാത്രിയാണ് ഇത്ര സംഭവം നടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ മാത്യു തോമസ് ആ പ്രദേശത്ത് ഒരു കർഷകനാണ്. അദ്ദേഹം ഈ കോഴിക്കോട് സ്വദേശിയാണ്. എന്തായാലും ഇയാൾ തൊട്ടടുത്ത് തന്നെയാണ് ജോബിയുടെ തോട്ടമുള്ളത്. ഈ തോട്ടത്തിൽ വാറ്റും അതുപോലെ തന്നെ വ്യാജ ചാരായം നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട് എന്ന് എക്സൈസിനോട് പറയുന്നു എന്നാണ് ആക്ഷേപം. ഇന്നലെ ഏതാണ്ട് രാത്രിയോടുകൂടി സ്വന്തം തോട്ടത്തിലെ തന്നെ ജീവനക്കാരനെ ആക്രമിച്ച് ബോധം കെടുത്തി അയാളുടെ കയ്യിൽ നിന്നൊരു വെട്ടുകത്തിയുമായി ഈ ജോബി വരികയായിരുന്നു വീട്ടിലേക്ക് എന്ന് പറയുന്നു. മുഖത്താണ് വെട്ടേറ്റിരിക്കുന്നത്. കാര്യമായ തുന്നലുകൾ മുഖത്തുണ്ട്. എന്തായാലും ബഹളം വെച്ച് ഭാര്യ അടക്കമുള്ള ആളുകൾ ഓടിക്കൂടിയതോടുകൂടി പെട്ടെന്ന് തന്നെ ജോബി അവിടുന്ന് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും ജോബി പിന്നീട് ചോളയൂർ വിട്ട് കോയമ്പത്തൂർ മേഖലയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആ മേഖലയിലും പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം ഇപ്പോഴും, ഈ മാത്യു തോമസ് ഇപ്പോഴും കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് ചോളയൂർ പോലീസ് അറിയിക്കുന്നത്. ശരി, ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് എനിക്ക് തോന്നുന്നു വിജയമാർഗല്ലേ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെ പോലീസിന് പറഞ്ഞു കൊടുത്ത ഒരു മാതാവിനും അവിടെ ഒരു അമ്മയ്ക്കും മകൾക്കുമാണ് അവിടെ പരിക്കേറ്റത്. അല്ല, വിജയകുമാർ ഇപ്പോൾ കിലോ കണക്കിന് പിടിച്ചോണ്ടിരിക്കുക. MDMA ഒക്കെ ഒരു കിലോ അത് അത്രയൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കാര്യമായിട്ട്, കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്ക് ഇത് ഒഴുക്കി വിട്ടാൽ പിടിക്കപ്പെടില്ല എന്ന് തോന്നുന്നു. അത് ഒമാനിൽ നിന്ന് കാർഗോ പാഴ്സലായിട്ടാണ് ആ വീട്ടിൽ. അതെ.